കുറ്റം സമ്മതിച്ച കൊച്ചുകുട്ടന്റെ മൊഴിയില് കമ്മീഷൻ രാമനാഥനും പ്രതിസ്ഥാനത്താ. എടോ മറ്റൊരു പ്രതി അപ്പുറത്തെ ഒളിപ്പിച്ചിരിക്കല്ലേടോ. തെമ്മാടിത്തരെ മുഴുവൻ കാണിച്ചിട്ട് മുഖ്യമന്ത്രിയെ കൈമണിടിച്ച് എന്റെ മെക്കിട്ട് കയറാൻ വന്നാണല്ലോ. തന്റെ IPS തൊപ്പിയൊക്കെ തലവാക്കി വെച്ചേക്കത്തില്ല അവറാച്ചൻ. ഈ കട്ടക്കൽ ഉറുമ്പരിക്കുന്നു. കൂൾ ഡൗൺ മിസ്റ്റർ മിനിസ്റ്റർ. തീ തിന്ന് വളർന്ന ഒരു ഉറുമ്പാണ് ഞാനെന്ന് വിചാരിച്ചാൽ മതി. ഇത് തെളിവെടുപ്പിന്റെ ഒരു ഭാഗം മാത്രം. ജസ്റ്റ് an interrogation. അത് എന്നെ ഞാനും ചോദിക്കുന്നേ. എന്നെ ചോദ്യം ചെയ്യുന്ന കാര്യം എന്താ? തനിക്ക് ആരാ അധികാരം തന്നെ? അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെയാണ് അവറാച്ച. ആട്ടെ, കൊല നടന്ന ദിവസം മിനിസ്റ്റർ ആന്റണിയുടെ വീട്ടിൽ പോയിരുന്നു. പോയി കാണും. അങ്ങനെ പോയി കാണുമെന്ന് പറഞ്ഞാൽ പോരാ. പോയിരുന്നോ? പോയിരുന്നെങ്കിൽ അത് എന്തിന്? താൻ എന്നെ ഉണ്ടാക്കാനാടോ? ഇവിടെ ചത്തുപോയി അന്തോണിച്ച് എന്റെ കൂടപ്പുറപ്പാ. ഞാൻ അവന്റെ വീട്ടിൽ പോകും. അതെന്തിനാന്ന് നന്നോട് പറയേണ്ട കാര്യമൊന്നുമില്ല. കൊലപാതകം നടന്ന രാത്രി പോയിരുന്നോ എന്നാണ് ചോദിച്ചത്. അത് പിന്നെ പോയിരുന്നു. വായ്, എന്തിന്? അതൊരു ഫാമിലി പ്രോബ്ലം സംസാരിക്കാൻ പോയതാ. അതെ, ഫാമിലി പ്രോബ്ലം സംസാരിച്ചു, തമ്മിൽ പിണങ്ങി, വാഗ്വാദമായി, പിടിവലിയായി, അവസാനം അതൊരു കൊലപാതകത്തിൽ കലാശിച്ചു. അതല്ലേ സത്യം? കോപ്പേ, തെമ്മാർത്തരം പറഞ്ഞോ? അന്വേഷണം നടത്തി എന്നെ കൊലപാതകയാക്കാൻ നോക്കുന്നു. ഇത് തന്തയിലാരിയാ. നിർത്തണോ? 10-25 വർഷമായി താൻ ചിരിച്ചും കരഞ്ഞും കണ്ണീരൊലിപ്പിച്ചും കൊച്ചുങ്ങളെ ഒക്കത്ത് വെച്ചും അവരെ മൂക്കളെ ചേറ്റിക്കൊടുത്തും കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ നാടകം കളിക്കുന്നു. തന്റെ രാഷ്ട്രീയ നാടകങ്ങൾ ഇവിടെ വേണ്ട. തല്ലാൻ കൈധരിക്കുമ്പോ പാർട്ടിയുടെ കൊടിയുടെ കളറിയാൻ നോക്കാറില്ല. ആർജി പിരുത്തുകളെ കള്ള പന്നി. പറഞ്ഞോ, താൻ എന്തിനാ അവരെ കൊന്നത്? ദൈവദോഷം പറഞ്ഞോ? ഞാൻ എന്തിനാണ് എന്റെ കൂടപ്പുറപ്പിനെ കൊല്ലുന്നേ? അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. കമ്മീഷണറെ, ഇത് ചീറ്റിങ്ങാ. ഇതിന് ഞാൻ അനുഭവിക്കും. ഞാനിവിടുന്ന് വെളിയിലിറങ്ങും. അപ്പൊ കാണിച്ചു തരാനാ പട്ടി. പോലീസ് കസ്റ്റഡിയിൽ നിന്ന് പോലീസുകാരെ പട്ടി പൂച്ചെന്ന് വിളിച്ചാണ്ടല്ലോ. മിനിസ്റ്ററാണ് ക്രിസ്റ്ററാണെന്നും ഞാൻ നോക്കൂല. വ്യക്തമായി തെളിവായിട്ടോടെ ഞാൻ വന്നിരിക്കുന്നേ. കൊല്ലാനല്ലെങ്കിൽ പിന്നെ താൻ ചരക്കാനോ രാത്രി അങ്ങോട്ട് പോയത്? ഗോപകുമാർ സാർ, ഇയാള് സത്യം പറയുമെന്ന് തോന്നുന്നില്ല. താനാ പുറത്തേക്കുള്ള വാലം കടച്ചേക്ക്. മിനിസ്റ്ററുടെ നിലവിളി പുറത്ത് കേൾക്കണ്ട. പോലീസ് മുറ എടുത്താ സാറിന്റെ മാനം പോവും. അത് വേണോ? വേണ്ട, മുറയൊന്നും എടുക്കണ്ട. ഞാനെല്ലാം തുറന്നു പറയാം. കൊലപാതകം നടന്ന ദിവസം രാത്രി ഞങ്ങളുടെ പാർട്ടി ജനറൽ സെക്രട്ടറി CS സെബാസ്റ്റ്യന്റെ മോടെ കൊച്ചിന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു. ആ നേതാക്കന്മാരുടെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്. വേളിയിരിക്കുന്ന കക്ഷികളുടെ വിവരമൊന്നുമില്ലല്ലോ. അടിച്ച് ഫിറ്റായി ചാച്ചി കാണുമോ? ഞാനൊന്ന് നോക്കട്ടെ. ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വന്നേ. ഒന്ന് കരയാതെ കുഞ്ഞെ, ആരെങ്കിലും കാണും. എന്താടി നിന്റെ വല്ലതും ചത്തോ? ഓ, വല്ലവന്റെ തല്ലുകൊണ്ട് അവിടെ അപ്പം ചാവാത്തന്റെ വിഷമ. നീ ഒന്നും മിണ്ടാതിരി. നിന്റെ വർത്തമാനം കേട്ടാ പിള്ളേരുടെ തല തിരിയും. ആ, മോള് വല്ലതും കഴിക്ക്. എനിക്കൊന്നും വേണ്ട, എനിക്ക് വീട്ടിൽ പോണം. ആനിയുടെ കൂട്ടുകാരികളുടെ മുറിയിലുണ്ട്. അവളെ വിളിച്ച് വണ്ടി കയറ്റി മതി പാർട്ടി ആഘോഷമൊക്കെ. ഞാനിത് മുഴുവൻ കഴിച്ചിട്ടേ വരുന്നുള്ളൂ. എഴുന്നേക്കണം പോത്തെ, എഴുന്നേക്കണം. എന്താണ്? എന്താ പ്രശ്നം? എന്ത് പറയാനാ? കുടുംബത്തെ നശിപ്പിക്കാൻ പറഞ്ഞ ഒരുത്തി ഉണ്ടായി പോയില്ലേ? ഇവളെ ഇന്ന് ഞാൻ തല്ലിക്കൊല്ലും. വീട്ടിലോട്ട് ചെല്ലട്ടെ. നീ ഇങ്ങോട്ട് വന്നേടാ. ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കണ്ട. നീ ഇപ്പൊ അവളോട് പൊയ്ക്കോ. നാളെയോ മറ്റന്നാളോ നമുക്ക് അവളെ ഇവിടുന്ന് കടത്താം. നീ വിഷമിക്കാതിരിക്കേ. പിന്നെ എത്ര ഇരുട്ടിയാലും ഞാൻ ആ വഴിക്ക് വരും. പറഞ്ഞ കാശെടുത്ത് വെച്ചേക്കണം. അവര് പോയി 2 മണിക്കൂർ കഴിഞ്ഞാ ഞാൻ അന്തോണിച്ചന്റെ വീട്ടിൽ ചെന്നു. അപ്പൊ സമയം എന്തായി കാണും? ഒരു 10-10:30 ആയി കാണും. എന്നിട്ട് അവിടെ ചെന്ന ഞാൻ കാണുന്നത് ചോരയിൽ കുളിച്ച് മരിച്ചു കിടക്കുന്ന അനുജനെയും കുടുംബത്തെയായിരുന്നു. അവര് യാത്ര ചോദിച്ചു പോയത് കർത്താവിന്റെ അടുത്തേക്കാണെന്ന് എനിക്ക് അപ്പോഴാണ് കമ്മീഷണറെ ബോധ്യമായത്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്തു? ഞാൻ ഉടൻ തന്നെ അഡീഷണൽ DGP ഗോമസിനെ വിളിച്ച് വിവരം പറഞ്ഞു. അഡീഷണൽ DGP തന്നെ വിളിച്ചു പറയാൻ കാരണം എന്താ? പിന്നെ തന്നെയാണ് അറിയിക്കേണ്ടത്. ഈ കൊലപാതകത്തിൽ എനിക്ക് അന്നും ഇന്നും സംശയം തന്നെയാ. അത് ശരി. അവറാച്ചൻ പറഞ്ഞ ഈ നുണക്കഥ ഞാൻ വിശ്വസിക്കുന്നു കരുതുന്നുണ്ട്. പാർട്ടി കഴിഞ്ഞ് നിങ്ങൾ അന്തോണിച്ചന്റെ വീട്ടിൽ ചെന്നു എന്ന് വരെയുള്ള കഥ സത്യം. ബാക്കിയൊക്കെ പച്ച കള്ളമല്ലേ അവറാച്ച? കള്ളം പറഞ്ഞ കാര്യം എനിക്കെന്തുവാ? എന്റെ കുടുംബം മുച്ചൂട് തകർത്തവനെ കണ്ടുപിടിക്കേണ്ടത് എന്റെ ആവശ്യമാണ്. അപ്പൊ അവറാച്ചൻ കള്ളം പറഞ്ഞിട്ടേ ഇല്ല? ഇല്ല. ഉറപ്പാണോ? ഉറപ്പാണോ? അപ്പൊ താണ്ടേതോ ഈ ഡിജിറ്റൽ ഡയറി ആരുടെയാ? പറയണം. ഇതങ്ങനെ എന്റെ കൈ വന്നു. ഇതെന്റെ കൈ വന്നതുകൊണ്ടാണല്ലോ അവറാച്ചൻ ഇപ്പൊ ഇവിടെ ഇരിക്കേണ്ടി വന്നത്. ഇതെനിക്ക് കിട്ടിയത് കൊലപാതകം നടന്ന ആന്റണി ആറ്റുവയുടെ ബംഗ്ലാവിൽ നിന്നാ. ഈ ഡിജിറ്റൽ ഡയറി എങ്ങനെ അവിടെ വന്ന മിനിസ്റ്ററെ? ഇതാണോ താൻ കണ്ടുപിടിച്ച വലിയ കാര്യം? എടോ മന്ദബുദ്ധി കമ്മീഷണറെ, എന്റെ അനിയന്റെ ബംഗ്ലാവിൽ ഞാൻ തോന്നുമ്പോഴൊക്കെ പോകും. അപ്പൊ അവിടെ വെച്ച് മറന്നു കാണും. എക്സാക്ട്ലി, വെച്ച് മറന്നു കാണും. പക്ഷേ എന്റെ ബുദ്ധിമാനായ മിനിസ്റ്ററെ, എനിക്കിത് കിട്ടിയത് സ്വീകരണ മുറിയിൽ നിന്നല്ല, ബെഡ്റൂമിൽ നിന്നും അല്ല,
പിന്നെ എവിടുന്നാ? കക്കൂസിന്നായിരിക്കും. അല്ല, എനിക്ക് ഈ ഡിജിറ്റൽ ഡയറി കിട്ടിയത് അണ്ടർഗ്രൗണ്ടിലെ രഹസ്യം അറിയുന്ന അവറാച്ചം വരണ്ടു പോയോ? ഓ പറയാ, മിനിസ്റ്റർക്ക് ഒരു ജ്യൂസ് പറ. എനിക്കൊരു ചുക്കും വേണ്ട. വേണ്ടെങ്കി വേണ്ട. ഇത്ര രഹസ്യമായി പണിത് വെച്ച ആ ഗോഡൌണിൽ അവറാച്ചൻ എന്തിനാ ഇറങ്ങിയേ? എന്തായിരുന്നു ആ ഗോഡൌണിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന രഹസ്യം? പറ അവറാച്ച, പറ. എനിക്കറിയില്ല. നിനക്കറിയില്ലല്ലേ? ആന്റണിയെ തലക്കടിച്ചു കൊന്നത് ഗോഡൌണിൽ വെച്ചാ. അവിടെ ചോര തളം കെട്ടി കിടക്കുന്ന പാട് ഇപ്പോഴുണ്ട്. താഴെ കിടന്ന ഡെഡ് ബോഡി എങ്ങനെ അവറാച്ച മുകളിൽ വന്നത്? അതോ ചത്ത് കഴിഞ്ഞ് അന്തോണിച്ച് നടന്ന മുകളിലോട്ട് കയറിയോ? അന്തോണിച്ചന് അണ്ടർഗ്രൗണ്ടിലിട്ട് കൊല്ലുകാരുന്നില്ല നീ. കർത്താവിനാണ്. അല്ല സാറേ. പിന്നെന്തിനാ നീ സീക്രട്ട് ഗോഡൌണിൽ ഇറങ്ങിയത്? പറടാ. പറയാ സാറേ, ഇന്നത്തെ കാലത്ത് മാനം മര്യാദ അഴിമതി കാണിക്കാൻ പറ്റുമോ? കൈക്കൂലി മേടിക്കാൻ പറ്റുമോ? ഇനി മേടിച്ച തന്നെ വീട്ടിൽ വെക്കാൻ പറ്റുമോ? പോട്ടെ, ബാങ്കിൽ ഇടാൻ പറ്റുമോ? ഉടനെ ഇൻകം ടാക്സ്, വിജിലൻസ്, ഇന്റലിജൻസ്, മാങ്ങ, തേങ്ങ, എന്തൊക്കെ ഏടാകൂടങ്ങളാ. അതുകൊണ്ട് 10-25 വർഷം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ നക്കാപ്പിച്ച് ഒളിപ്പിച്ച് വെക്കാൻ ഞാൻ അന്തോണിച്ചനെ ഏൽപ്പിച്ചത്. ആ കാശ് ഒളിപ്പിച്ച് വെക്കാനാ അണ്ടർഗ്രൗണ്ട് റൂം പണിതത്. അപ്പൊ കാശ് വെക്കാനോ എടുക്കാനോ ഇറങ്ങിയ കൂട്ടത്തിൽ ഈ ഡിജിറ്റൽ ഡയറി അവിടെ പോയതായിരിക്കും. അപ്പോ ഗോഡൌണിൽ നിന്ന് രൂപയൊക്കെ എന്ത് മുഴുവൻ താൻ അടിച്ചു മാറ്റിയോ? അയ്യോ, എനിക്ക് 10 പൈസ കിട്ടിയിട്ടില്ല. ആ കാശ് എനിക്ക് കിട്ടിയിട്ടേ ഇല്ല. ഇപ്പൊ കാര്യം പിടികിട്ടി. അപ്പൊ അതാണ് നേരത്തെ പറഞ്ഞ ഫാമിലി പ്രോബ്ലം അല്ലേ? ഈ ഡിജിറ്റൽ ഡയറിയും FIR-ൽ അഡീഷണൽ DGP മനഃപൂർവ്വം വിട്ട് കളഞ്ഞ അണ്ടർഗ്രൗണ്ടിന്റെ കാര്യവും അവറാച്ചന്റെ രാത്രിയുള്ള ഈ വിസിറ്റും കൂടെ കൂട്ടി വായിച്ചാൽ കാശിന്റെ പേരിൽ നടന്ന തർക്കത്തിൽ അവറാച്ചനാണ് ഈ കൊല നടത്തിയെന്ന് ആർക്കാണ് അവറാച്ചൻ മനസ്സിലാത്തത്? നിങ്ങൾ രക്ഷപ്പെടില്ല മിനിസ്റ്ററെ. മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിപ്പിച്ച് ഈ കൊലപാതകം ചെയ്ത താനാണെങ്കിൽ തനിക്ക് കൊലക്കയർ വാങ്ങിത്തരാതെ ഈ രാമനാഥൻ വിശ്രമിക്കില്ല. മിനിസ്റ്റർക്ക് തൽക്കാലം പോവാം. അവറാച്ചൻ വിഷമിക്കാതിരി. ഇബ്രാഹിം മിനിറ്റുകൾക്കകഞ്ഞെത്തും. രാമനാഥനെ ഫിനിഷ് ചെയ്യാൻ മുഹമ്മദ് ഇബ്രാഹിമാ നല്ലത്. അവരുടെ മുൻവൈരാഗ്യം നമുക്ക് ഗുണം ചെയ്യും. എനിക്ക് അറിയാമല്ല, അതിന് ചോദിക്കാം. ഈ കൊല്ലൂന്നും കാച്ചു കളയുന്നൊക്കെ ഒരു മന്ത്രിയെ ഭീഷണിപ്പെടുത്താൻ ഈ രാമനാഥ് ആരാ? അവന്റെ വരത്തിലേക്ക് മുമ്പിൽ പോയി ഇരുന്ന് കൊടുത്തല്ലോ അവറാച്ചൻ. അവന്റെ നല്ല ഇടി കിട്ടിണ്ടല്ലേ? അതൊക്കെ പോട്ടെന്റെ ഗുണശേഖര. അന്തോണിച്ചനെ ഞാൻ കൊന്നുന്ന രീതിയിൽ അവന്റെ വർത്തമാനം. ആ ഡിജിറ്റൽ ഡയറി അവന്റെ കിട്ടിയതാ ആകെ കുഴപ്പമാണ്. അതെങ്ങനെ അവന്റെ കിട്ടി? താൻ കാരണം. താൻ ഒറ്റ കാരണം. ഞാൻ കാരണോ? പിന്നല്ലാതെ. അണ്ടർഗ്രൗണ്ടിൽ കിടന്ന അന്തോണിച്ചനെ ശവം എടുത്ത് മേളിൽ കിടത്താൻ പറഞ്ഞ താനല്ലേ? ആ ശവം എടുക്ക ഇറങ്ങിയപ്പോഴായിരിക്കും ഡയറി താഴെ പോയത്. ഞാനെന്ന് അങ്ങനെ പറയാൻ കാരണം ആ അണ്ടർഗ്രൗണ്ട് ഗോഡൌണിന്റെ കാര്യം പുറത്തറിയാതിരിക്കാൻ വേണ്ടിയാ. നിങ്ങൾ കോടിക്കണക്കിന് സമ്പാദിച്ച കള്ളപ്പണം മുഴുവൻ ആ ഗോഡൌണിലാണ് സൂക്ഷിച്ചിരുന്നതെന്നും അത് മുഴുവൻ മോഷണം പോയെന്നും ഒക്കെ കേസ് അന്വേഷണത്തിൽ ചൂണ്ടിക്കാണിച്ച സ്വന്തം അനുജനും കുടുംബവും നഷ്ടപ്പെട്ട അവറാച്ചന് മന്ത്രിസ്ഥാനം കൂടെ നഷ്ടമാവും. എന്നിട്ട് ഇപ്പൊ എന്തായടോ? രാമനാഥന അണ്ടർഗ്രൗണ്ട് കണ്ടുപിടിച്ചില്ലേ? ആ തുറപ്പിച്ചിട്ട് വെച്ചായിരിക്കും ഇനി അവന്റെ കളി. അങ്ങനെ കളിക്കാൻ ഇനി അവനെ ബാക്കി വെച്ചേക്കരുത്. എന്റെ കർത്താവെ, അതിനിപ്പോ ഇബ്രാഹിം എത്ര കോടിയായിരിക്കും ചോദിക്കുന്നത്? എല്ലാം തൂത്തുവാരിക്കൊണ്ട് പോയില്ലേ ആ തന്തയില്ല മക്കള്. ശിവ 300 കോടിയാ ഗുണശേഖര നമുക്ക് പോയത്. ബഹുമാന്യനായ പാതുഷയ്ക്ക് സ്വാഗതം. താങ്ക് യു. വരണം. ഞങ്ങള് കാത്തിരിക്കായിരുന്നു. ഫ്ലൈറ്റ് 1/2 മണിക്കൂർ ലേറ്റ് ആയിരുന്നു. എവിടെ അവറാച്ചൻ? ഞാനിവിടെ ഉണ്ടേ. എഴുന്നേറ്റ് വന്ന് സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥയില്ല. വേണ്ട, എഴുന്നേക്കണ്ട. എന്താ അവൻ അത്രയ്ക്ക് ഉപദ്രവിച്ചോ? എന്റെ മനസ്സും ശരീരവും അവൻ തളർത്തിക്കളഞ്ഞു. എന്റെ അനിയനെയും കുടുംബത്തെയും കൊല്ലാൻ കൂട്ടുനിന്നവനാ രാമനാഥൻ. എന്നിട്ടിപ്പോ എന്നെ കൊലപാതകയാക്കാനുള്ള ശ്രമമാണ്. ഇനി അവനെ വെച്ചേക്കാൻ പാടില്ല. അതിനി എന്ത് വില കൊടുക്കാനും ഞങ്ങൾ തയ്യാറാ. അവനെ അത്ര നിസ്സാരക്കാരനായി കാണരുത്. ഇബ്രാഹിമിന് അവനെ ശരിക്കും അറിയാലോ. അറിയാം, ശരിക്കും അറിയാം. മാത്രമല്ല, ഇവരെ പോലെ ഇത്ര സ്വാധീനമുള്ള 2 മന്ത്രിമാരെ വരെ കടത്തിവെട്ടി കളിക്കാനുള്ള കഴിവും പിടിപാടും പണവും ഇന്ന് രാമനാഥനുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും അവൻ ജയിക്കില്ല. ഇത്തവണ അവന്റെ അന്ത്യം കണ്ടേ ഇബ്രാഹിം തിരിച്ചു പോകും.
മരിച്ചുപോയാൽ പോയെന്നേ ഉള്ളൂ. അതിലും വലിയ ശിക്ഷയായത്. വേണ്ട, ഡെയ്സി മരിക്കണ്ട. അവളെ എനിക്ക് ഇങ്ങനെയെങ്കിലും കിട്ടിയാൽ മതി. ഞാൻ അവളെ പൊന്നു പോലെ നോക്കിക്കൊള്ളാം. അപ്പോൾ ഡെയ്സിക്ക് സംസാരിക്കാൻ കഴിയാത്തടത്തോളം കാലം നിനക്ക് അവിടെ കൊണ്ടുപോകാൻ പറ്റില്ല. ഡെയ്സിയുടെ ബന്ധുക്കൾക്ക് ആർക്കെങ്കിലുമേ അതിനുള്ള അവകാശമുള്ളൂ. അത്രോ സാർ, പുറത്തവരെ ആൾക്കാർ ആരുമില്ലാന്ന് ഉറപ്പുവരുത്തിന് ശേഷമേ അപ്പനെ കൊണ്ടുപോകാവൂ. സൂക്ഷിക്കണം നീ. പോ ഡോക്ടർ. എന്റെ കർത്താവേ, ഈ കൊച്ചിന് ബോധം വീണ് സംസാരിക്കുമ്പോ ഞാൻ മാത്രം ഇവിടെ കാണാവുള്ളേ. അതെന്താ? എന്താണെന്ന് കൊലപാതകി ആരാണെന്ന് ഡിപ്പാർട്ട്മെന്റിൽ ആദ്യം ചെന്ന് പറയുന്നത് ഞാനായിരിക്കും. ഡബിൾ പ്രമോഷനാ കിട്ടുക. ഞാൻ പോയി നോക്കിട്ട് വരാം. ആരാ? റൂം ക്ലീൻ ചെയ്യണ സാറേ. ക്ലീനറാ. ക്ലീനിക്കോ. അപ്പേ ഇവിടെ അന്തരീക്ഷമൊക്കെ ക്ലീനാ. പോര് വാ. ഓക്കെ ഡോക്ടർ. അപ്പു വിഷമിക്കാതെ പൊയ്ക്കോളൂ. ഡെയ്സിയുടെ കൂടെ ഞാനുണ്ടാവും. ഞാൻ പോയി നോക്കിട്ട് വരാം. അപ്പനെ കുട്ടി നേരെ വീട്ടിലേക്ക് പോയി. സാറിന് ഇപ്പോ മനസ്സിലായല്ലോ രാമനാഥന്റെ തനിനിറം. അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ കേസിലെ പ്രധാന പ്രതിയെ സംരക്ഷിക്കുക. പോലീസ് ഡിപ്പാർട്ട്മെന്റിന് പോലും ഷെയ്മാണ് സാർ ഇത്. നീ എങ്ങനെ ഇവിടെ വന്നു? ഞാൻ ഡെയ്സിയെ കാണാൻ വന്ന മോനെ, അവളുടെ കുടുംബത്തെ മുഴുവൻ കുത്തി മലർത്തിയിട്ട് നീ അവളെ കാണാൻ വന്നിരിക്കുന്നു. നീയാണല്ലോ ഇവന്റെ സഹായി. ഞാൻ ഇയാളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരായിരുന്നു. നീ രാമനാഥന്റെ സംരക്ഷണത്തിലാണോ കഴിയുന്നത്? അല്ല. കള്ളം പറയുന്നോടാ റാസ്കൽ. ആറ്റുവ കുടുംബത്തെ കൊല ചെയ്യാൻ നിനക്ക് വേണ്ട ഒത്താശകൾ ചെയ്തതെന്ന് രാമനാഥനല്ലേ? ഞാൻ ആരും കൊന്നിട്ടില്ല. സിദ്ധാർത്ഥൻ, വേണ്ട, ഇത് ഹോസ്പിറ്റലാണ്. ഇവനെ കൊണ്ട് തത്ത പറയുന്നോലെ ഞാൻ പറയിപ്പിക്കും. രാജൻ, അറസ്റ്റ് ചെയ്യും. രാജൻ, നിങ്ങൾ അവിടെ അച്ഛന്റെ കൂട്ടുകാർ വന്നു. അങ്കിൾ
വെപ്പാട്ടി. നിന്റെ മറ്റവൻ കോടിക്കണക്കിന് രൂപ പിടിച്ച് പറിക്കുന്ന ഒളിപ്പിച്ചു വെക്കുന്ന ഇവിടെയാണല്ലേടി? കുറെ കൂടി മാന്യമായിട്ട് സംസാരിക്കണേ സാർ. വെപ്പാട്ടിക്കാഴ് പറടാ മോളെ. നീ ഞങ്ങളെ മാന്യത പഠിപ്പിക്കുന്നു. കട്ടും മോട്ടിച്ചും കൊണ്ടുവരുന്ന കാശൊളിപ്പിക്കാനുള്ള മറയ്ക്ക് പേര് ഓർഫനേജ്. വേറെ എന്തൊക്കെ അനാശാസ പ്രവർത്തനം നടക്കുന്നുണ്ട് ഇതിനകത്ത്? ഇതിന്റെയൊക്കെ നടത്തിപ്പുകാരൻ നീയാണല്ലേ സിദ്ധാർത്ഥ പിടിച്ചു കയറി നായിന്റെ മോളെ ജീപ്പിനകത്ത്. സർ എന്നെ രക്ഷിക്കാൻ പിന്നാലെ വരുമല്ലോ രാക്ഷസൻ. അവനെ ഞങ്ങൾ പൂട്ടും. ഇരട്ട പൂട്ടിട്ട് പൂട്ടും. വണ്ടി എടുക്കണം. നീ കൃത്യസമയത്തിന് എത്തിയല്ലോ. നിന്റെ അവസാനം അടുത്തറ. ഇനി നീ രക്ഷപ്പെടില്ല. നീ കൈക്കൂലി മേടിച്ചുണ്ടാക്കിയ കോടിക്കണക്കിന് രൂപയുടെ രേഖകളും തെളിവുകളും ഇപ്പൊ എന്റെ പക്കലുണ്ട്. ഓർഫനേജാണ് അത്ര ഓർഫനേജ്. നിന്റെ മുഴുവൻ നാറിത്തരങ്ങളും പുറകിലിരിക്കുന്ന നിന്റെ സംബന്ധക്കാരിയെ കൊണ്ട് തത്ത പറയുന്നവരെ പറയിപ്പിക്കൂടാ പുല്ലേ. ഇറക്കി വിടാളെ. അതേടോ, ഞാൻ കോടികൾ കോഴ വാങ്ങി ഉണ്ടാക്കിയതായി കാണുന്നതൊക്കെ അന്ധരും മൂകരും ബദ്ധരും ബുദ്ധിസ്ഥിരതയും ഇല്ലാത്ത അനാഥ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അവരുടെ വിശപ്പ് മാറ്റാൻ വേണ്ടി, നിങ്ങളൊക്കെ കണ്ടാൽ അറപ്പോടെ ആട്ടിയോടിക്കുന്ന പാവങ്ങൾക്ക് അന്തി ഉറങ്ങാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാ. തന്റെ കുഞ്ഞുങ്ങൾ AC റൂമിൽ ഉറങ്ങുമ്പോഴും സ്വർണ്ണ പിഞ്ഞാണത്തിനുണ്ടുമ്പോഴും എന്റെ കുഞ്ഞ് അന്തി ഉറങ്ങുന്നത് ഇതേ അനാഥാലയത്തിലാ. താനും തന്റെ ഏമാമാരും ചെയ്യുന്നത് പോലെ സംസ്ഥാനത്തിന്റെ ഖജനാവ് കൊള്ളയടിച്ച് പെമ്പർനോത്തിക്ക് അരഞ്ഞാണ് വേലവസം വാങ്ങാനല്ല രാമനാഥൻ പിടിച്ചു പറിച്ചത്. നന്മയ്ക്ക് വേണ്ടിയാ. നീ നിന്റെ മുഴുവൻ ക്രിമികീടങ്ങൾ ഒന്നിച്ചു വന്നാലും രാമനാഥന്റെ ഒരു രോമത്തിൽ തൊടാൻ പറ്റില്ലടോ. പിടിച്ചു കൊടുത്തല്ലിക്കുന്നോ നോയിന്റെ മക്കളെ. ഈ കമ്മീഷണർ എന്തായി കാണിക്കുന്നു? ഒന്നില്ലെങ്കിൽ അങ്ങനെ DGP അല്ലേ? DGP അയാൾ ആരാണെന്ന് താമസിച്ചത് എല്ലാവർക്കും മനസ്സിലാവും. ചീഫ് മിനിസ്റ്ററിന്റെ സ്പെഷ്യൽ സാങ്ഷനുമായിട്ടാ രാമനാഥ് സാർ വന്നിരിക്കുന്നത്. സാർ, വേണ്ട സാർ.